ലിയോനാർഡോ ഡാവിഞ്ചി, പാബ്ലോ പിക്കാസോ തുടങ്ങിയ ലോകോത്തര പുരുഷ കലാകാരന്മാരുടെ ചിത്രങ്ങളാണ് എന്നും ഏറ്റവും വിലപിടിപ്പുള്ളവയായി കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ആ ചരിത്രമാണ് ഇപ്പോൾ മെക്സിക്കൻ ഇതിഹാസ ചിത്രകാരി ഫ്രീഡ കാഹ്ലോ തിരുത്തിക്കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലെ സോഥാബിസ് ലേലത്തിൽ ഫ്രീഡ കാഹ്ലോയുടെ പ്രശസ്തമായ എണ്ണ ഛായാചിത്രം ലാക്യാമ വിറ്റുപോയത് $54.7 മില്യൺ. അതായത് ഏകദേശം 487 കോടി ഇന്ത്യൻ രൂപ. കേവലം 4 മിനിറ്റ് നീണ്ട വാശിയേറിയ ലേലത്തിനൊടുവിലാണ് ഈ റെക്കോർഡ് വില ലഭിച്ചത്. ഇതോടെ ഒരു സ്ത്രീ കലാകാരിയുടെ ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുക എന്ന ലോക റെക്കോർഡ് ഫ്രീഡ കാഹ്ലോ സ്വന്തമാക്കി. നേരത്തെ അമേരിക്കൻ ചിത്രകാരി ജോർജിയ ഓക്കീഫ് നേടിയ $44.4 മില്യൺ റെക്കോർഡാണ് തകർക്കപ്പെട്ടത്. ഫ്രീഡയുടെ മുൻ റെക്കോർഡ് 2021 $34.9 മില്യൺ വിറ്റുപോയ ഡിയാഗോ ഇയോ എന്ന ചിത്രത്തിനായിരുന്നു. ലാക്കാമ അഥവാ സ്വപ്നം എന്ന ഈ ചിത്രം ഫ്രീഡയുടെ ജീവിതത്തിലെ ഏറ്റവും വൈകാരികമായ നിമിഷങ്ങൾ ഒപ്പിയെടുത്ത ഒന്നാണ്. ഭർത്താവ് ഡിയേഗോ റിവേറയുമായുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങളും കഠിനമായ ആരോഗ്യ പ്രശ്നങ്ങളും മുൻ കാമുകൻ കൊല്ലപ്പെട്ടതുമെല്ലാം നടന്ന കാലഘട്ടത്തിലാണ് ഫ്രീഡ ഈ ചിത്രം വരച്ചത്. ചിത്രത്തിൽ വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ കട്ടിലിൽ ഫ്രീഡ ശാന്തമായി ഉറങ്ങുന്നതാണ് കാണുക. എന്നാൽ കട്ടിലിന് മുകളിലായി ഡൈനാമിറ്റ് ചുറ്റിയ ഒരു അസ്ഥികൂടം കിടക്കുന്നുണ്ട്. ഇത് ശാരീരികമായും വൈകാരികമായും ബുദ്ധിമുട്ടുള്ള സമയത്തും ഫ്രീഡ കാണിച്ച പോരാട്ട വീര്യത്തെയും മരണത്തെക്കുറിച്ചുള്ള ഭയത്തെയും സൂചിപ്പിക്കുന്നു. മെക്സിക്കൻ നാടോടി കലാരൂപങ്ങളെ യൂറോപ്യൻ സർറിയലിസവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് ഫ്രീഡ തന്റെ വ്യക്തിപരമായ വേദനകളെയാണ് ഈ ചിത്രത്തിലൂടെ ആവിഷ്കരിച്ചത്. ഈ റെക്കോർഡ് ലേല വിജയം ഫ്രീഡ കാഹ്ലോയുടെ പ്രതിഭയെ മാത്രമല്ല, കലാവ്യാപാര രംഗത്ത് സ്ത്രീ കലാകാരികൾക്ക് ലഭിച്ചു തുടങ്ങിയ വലിയ അംഗീകാരത്തെയും അടയാളപ്പെടുത്തുന്നു.